നമസ്കാരം. രാജ്യത്തെ നടുക്കിയ പാർലമെന്റിലെ പുകയാക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പ്രതികൾ ശ്രമിച്ചത് ദേഹത്ത് സ്വയം തീ കൊളുത്താനായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്നത്. പ്ലാൻ ബി മാത്രമായിരുന്നു അവിടെ ഒരു പുകയാക്രമണം നടത്തുക എന്നത്. ഇവരുടെ പ്ലാൻ എ എന്ന് പറയുന്നത് സ്വയം ജീവത്യാഗം ചെയ്തുകൊണ്ട് ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുക എന്നതായിരുന്നു. അതായത് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നതായി പറയപ്പെടുന്നു. പക്ഷേ ദേഹത്ത് പുരട്ടുന്നതിന് വേണ്ടിയുള്ള ജെൽ കിട്ടാതെ വന്നതോടുകൂടിയാണ് സ്വയം ആത്മാഹുതി ചെയ്യാനുള്ള ഒരു തീരുമാനം ഈ പ്രതികൾ ഉപേക്ഷിക്കുന്നത്. അതിനെ തുടർന്ന് ഈ പുകയാക്രമണം നടത്തുകയായിരുന്നു പാർലമെന്റിനകത്തും പുറത്തും. എന്തായാലും ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന കേസിലെ 6ാം പ്രതിയായ ലളിത് ധായാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഈ ഗൂഢാലോചനയിൽ 6 പേർക്ക് മാത്രമല്ല പുറത്തു നിന്നുള്ളവർക്കും പങ്കുണ്ട് തുടങ്ങിയ ഒരു സംശയം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക, ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ആക്രമണം നടത്തി അല്ലെങ്കിൽ സ്വയം ആത്മാഹുതി ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു പാർട്ടിക്ക് വിത്ത് പാകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ ദേഹത്ത് പുരട്ടുന്നതിന് വേണ്ടി, ആത്മഹത്യാ ശ്രമത്തിന് വേണ്ടി ദേഹത്ത് പുരട്ടുന്നതിനുള്ള ജെൽ കിട്ടാതെ വന്നതോടുകൂടിയാണ് പ്രതികൾ ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.